എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പ്ലസ് ടുവിലെ ഒരു പോർഷനാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ ഇൻ്റഗ്രൽ എന്നുള്ളത് ചാപ്റ്റർ. അപ്പോൾ അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോളൂ. ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ x/2 dx ഈസ് ഈക്വൽ ടു. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇതിൽ x/2നെ നമ്മൾ എന്ത് കൊടുക്കുക? t എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് dx/dt എങ്ങനെ കാണാം? dt/dx കാണാം അല്ലേ? dt/dx ഈക്വൽ ടു എന്താണ് വരിക? 1/2 വരും. അപ്പം 2dt എന്ന് പറയുന്നത് dx ആണെന്ന് വന്നു. അപ്പോൾ ഇവിടെ x/2ന് പകരം എന്ത് കൊടുത്തു? t കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ t ഇൻറ്റു 2dt അല്ലേ? dxന് പകരം 2dt വന്നു. അപ്പോൾ 2 പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ t dt. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുക? സൈൻ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ സ്ക്വയറിനെ എന്ത് എഴുതാം? 1 മൈനസ് കോസ് 2t/2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ dt, അതായത് ഈ 1/2ന് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ 2 ഇൻറ്റു 1/2 ഇൻ്റഗ്രൽ ആദ്യത്തത് dt മാത്രമാവും അല്ലേ? മൈനസ് ഇൻ്റഗ്രൽ കോസ് 2t dt. അപ്പോൾ ഇതെന്താവും? ഇത് ക്യാൻസൽ ചെയ്ത് പോവും അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ dt എന്ന് പറയുന്നത് എന്താണ്? t ആണ്. മൈനസ് കോസ് 2tയുടെ എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ എടുക്കുക? സൈൻ 2t/2 അല്ലേ? അപ്പോൾ ഇത് ടിക്ക് പകരം ഇനി നമ്മൾ ആദ്യത്തെ തന്നെ കൊടുക്കുക. അപ്പോൾ എന്താണ്? x/2 മൈനസ് സൈൻ 2 ഇൻറ്റു x/2/2 അല്ലേ? അപ്പോൾ ഇവിടെ t2 ക്യാൻസൽ ചെയ്ത് പോവും. സൈൻ x/2 എന്നാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹാഫ് ഓഫ് x മൈനസ് സൈൻ എക്സ്. ഹാഫ് ഓഫ് x മൈനസ് സൈൻ എക്സ് പ്ലസ് സി. ഏതാണ് ആൻസർ നോക്കൂ? ഹാഫ് ഓഫ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് സി. സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ കോട്ട് സ്ക്വയർ എക്സ് ഡി എക്സ്. എങ്ങനെയാണ് ഇത് ചെയ്യുക? കോട്ട് സ്ക്വയർ എക്സിനെ നമുക്ക് എന്താ എഴുതാം? കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പം നമുക്ക് കോട്ട് സ്ക്വയർ എക്സിനെ എങ്ങനെ എഴുതാം? കൊസീക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു കോട്ട് സ്ക്വയർ എക്സ് എന്ന് എഴുതാം അല്ലേ? അപ്പോൾ കോട്ട് സ്ക്വയർ എക്സിന് പകരം ഞാൻ ഇവിടെ എന്ത് എഴുതി? ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് മൈനസ് 1 dx എന്ന് എഴുതി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 dx. അപ്പോൾ കൊസീക് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോട്ടെക്സ് ആണ്. മൈനസ് കോട്ടെക്സ് മൈനസ് എക്സ് പ്ലസ് സി. ഏതാണ് ആൻസർ നോക്കൂ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 5x പ്ലസ് 7 ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ് ഈക്വൽസ്. എങ്ങനെയാണ് ഇത് ചെയ്യുക? അതായത് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇൻ്റഗ്രൽ 5x ബൈ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 7 ബൈ എക്സ് ഡി എക്സ്. ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ 5നെ പുറത്തേക്ക് എടുത്ത 5 ഇൻ്റഗ്രൽ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയില്ലേ? അപ്പോൾ ഡി എക്സ് പ്ലസ് 7 ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ്. അതിനെ എങ്ങനെ എഴുതാം? 5 ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 7 ഇൻറ്റു 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ്. ലോഗ് എക്സ് പ്ലസ് സി. അപ്പോൾ ഏതാണ്? ലോഗ് മോഡ് എക്സ് എന്ന് എഴുതാം കേട്ടോ. ലോഗ് മോഡ് എക്സ് പ്ലസ് സി. അപ്പോൾ 5x പ്ലസ് 7 ലോഗ് മോഡ് എക്സ് പ്ലസ് സി.
പ്ലസ് സിയും കൂടി എഴുതണം കേട്ടോ. ഇതാണ് ഓപ്ഷൻ എന്ന് വിചാരിക്കരുത്. പ്ലസ് സി ഉള്ളതാണ്, കോൺസ്റ്റന്റ് ഉള്ളതാണ് നമ്മുടെ ഇന്റഗ്രേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ എക്സ് മൈനസ് 1/x ഹോൾ ക്യൂബ് ഡി എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈക്വൽസ്. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലെ, എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള ഫോമില്. അപ്പൊ എന്താണ് വരിക? എ ക്യൂബ്, അതായത് എക്സ് ക്യൂബ് മൈനസ് അല്ലെ മൈനസ് 3a² അതായത് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 1/x പ്ലസ് 3a² ab സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എക്സ് ഇൻറ്റു 1/x ഹോൾ സ്ക്വയർ പ്ലസ് ബി എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ് അല്ലെ, മൈനസ് 1/x ഹോൾ ക്യൂബ്. ഇനി ഇതിന് ഡി എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാം. എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഏത് വരും? x⁴/4 വന്നു. എക്സ് സ്ക്വയറിനെ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവും, അപ്പൊ ഒരു എക്സ് മാത്രമാവും. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 3x²/2 ആവും അല്ലെ. 3 ഇവിടെ ഉണ്ട് കോൺസ്റ്റന്റ് ആയിട്ട്. ഇനി ഇവിടെ എന്താണ്? ഇവിടെ ഒരു എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോവും അല്ലെ. അപ്പൊ എന്ത് വരും? 3/x എന്ന് വരും. 3 ഇൻറ്റു അപ്പൊ പ്ലസ് 3 ഇൻറ്റു 1/xന്റെ ഇന്റഗ്രൽ എന്താണ്? log x ആണ്. പിന്നെ ഇത് എന്ന് പറയുന്നത് എന്ത് വരും? -(x⁻³ ആണ് അല്ലെ, -3. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ എങ്ങനെ വരും? x⁻³ പ്ലസ് 1/-3 പ്ലസ് 1. അപ്പൊ ഇനി പ്ലസ് സിയും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ വരും? x⁴/4 മൈനസ് 3/2x² പ്ലസ് 3 log x. ഇതിനെ എങ്ങനെ എഴുതാം നോക്കൂ. അതായത് x⁻² ആണ് വരിക. അപ്പോൾ ഇവിടെ എന്ത് വരും? -2 വരും, മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. അപ്പൊ എന്താണ്? 1/2 x⁻² എന്നുള്ളതിനെ x² എന്ന് എഴുതാം, പ്ലസ് സി. അപ്പൊ ഏതാണ് ആൻസർ നോക്കൂ? x⁴ മൈനസ് 3/2x² പ്ലസ് 3 log x പ്ലസ് 1/2x² പ്ലസ് സി. ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The value of integral 6/1 plus x² plus 10⁻x dx is. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇന്റഗ്രൽ 6/1 plus x² dx പ്ലസ് ഇന്റഗ്രൽ 10⁻x dx. ഈ 6 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇന്റഗ്രൽ 1/1 plus x² എന്ന് പറയുന്നത് എന്താണ്? tan ഇൻവേഴ്സ് x ആണ് അല്ലെ. അപ്പൊ ഇവിടെ 6 tan ഇൻവേഴ്സ് x എന്നായി. ഇനി ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ 10⁻x എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക? ഇന്റഗ്രൽ a⁻x എന്നുള്ള ഫോമാണ്. അപ്പൊ a⁻x/log a ആണ് അല്ലെ. അപ്പൊ 10⁻x/log 10⁻⁻e പ്ലസ് സി. അപ്പൊ ഇത് എന്ത് വരും? 6 tan ഇൻവേഴ്സ് x പ്ലസ് 10⁻x/log 10⁻e പ്ലസ് സി. ഏതാണ് ഓപ്ഷൻ നോക്കൂ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Integral e⁵ log x to the base e minus e⁴ log x by e⁵ log x minus e⁵ log x dx is equal to. എങ്ങനെയാണ് നമുക്ക് ചെയ്യാം?
ഇവിടെ നമുക്കറിയാം e⁵ log x എന്ന് പറയണതിനെ നമുക്ക് എന്താ എഴുതാം? e⁵ log x എന്ന് പറയണത് എന്താണ്? x⁵ ആണ് അല്ലെ? x⁵ എന്ന് എഴുതാൻ പറ്റും. e⁵ log x നെ എങ്ങനെ എഴുതാൻ പറ്റും? x⁵ എന്ന് എഴുതാൻ പറ്റും. ഇനി e⁴ log x നെ എങ്ങനെ എഴുതാൻ പറ്റും? x⁴ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ e�3 log x നെ എന്താ എഴുതാം? നമുക്ക് x³ എന്ന് എഴുതാം അല്ലെ? ഇനി e�2 log x നെ എന്താ എഴുതാം? x² എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഈ ഇന്റഗ്രേഷൻ എങ്ങനെ വരും നോക്കൂ. ഇന്റഗ്രൽ x⁵ മൈനസ് x⁴ ഡിവൈഡഡ് ബൈ x³ മൈനസ് x² അല്ലെ? അപ്പൊ dx, അതായത് ഇനി എന്താ ചെയ്യാ? ഇന്റഗ്രൽ x⁴ പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് വരും? x-1 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇതിലെ x² പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? x-1 തന്നെ വരും dx. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോയോ? അപ്പൊ x⁴ ബൈ x² ആയോ? അപ്പൊ എന്താണ്? ഇന്റഗ്രൽ x² dx ആയി. x²ന്റെ ഇന്റഗ്രേഷൻ എങ്ങനെയാ കാണാ? x⁴ 2 + 1, അതായത് 3/2 + 1, 3 + c, x³ ബൈ 3 + c. ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ sin⁻6x പ്ലസ് cos⁻6x ബൈ sin²x cos²x dx. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? sin⁻6x നെ നമുക്ക് sin²x ഹോൾ ക്യൂബ് എന്ന് എഴുതിക്കൂടെ? പ്ലസ് cos²x ഹോൾ ക്യൂബ് എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഏത് ഫോമിലായി? a³ + b³ എന്നുള്ള ഫോമിലായി. അപ്പൊ a³ + b³ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതുക? a + b × a² മൈനസ് ab + b² എന്ന് എഴുതാം അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ ഈ ഫോമിൽ എഴുതാൻ എങ്ങനെയാണ് പറ്റുക? sin²x പ്ലസ് cos²x അല്ലെ ഇൻറ്റു sin⁻4x പ്ലസ് cos⁻4x, അതായത് b² ആദ്യം എഴുതി കേട്ടോ ഞാൻ. cos⁻4x മൈനസ് ab എഴുതുമ്പോൾ sin²x cos²x. അപ്പൊ ഇതില് sin²x പ്ലസ് cos²x എന്തായി പോയി? 1 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇവിടെ ഇനി എന്താ ബാക്കി വരിക? ഈ ഒരു ടേമേ ഉള്ളൂ. അപ്പൊ ഇതിനെ മുകളിലത്തെ ടേം ആണ് നമ്മൾ അങ്ങനെ ആക്കിയത്. അപ്പൊ നമുക്ക് എഴുതാം ഇന്റഗ്രൽ എന്താവും? sin⁻4x പ്ലസ് cos⁻4x മൈനസ് sin²x cos²x ഡിവൈഡഡ് ബൈ sin²x cos²x dx. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും നോക്കൂ. sin⁻4x ബൈ sin²x cos²x എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ മാത്രം sin²x-ഉം താഴെ cos²x-ഉം വരും. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ tan²x എന്ന് വരും. പിന്നെ അടുത്തതിൽ എന്ത് വരും? പ്ലസ് cos²x ബൈ sin²x വരും. അപ്പോൾ ഏതാണ്? cot²x. പിന്നെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ -1 dx എന്ന് വന്നു. ഇനി ഇന്റഗ്രൽ tan²x നെ ഞാൻ എന്ത് എഴുതാം? എങ്ങനെ എഴുതാം? sec²x മൈനസ് tan²x ഈക്വൽ ടു 1 എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിന്ന് tan²x എങ്ങനെ എഴുതാം? sec²x മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? ഇനി cot²x നെ എങ്ങനെ എഴുതാം? cosec²x മൈനസ് cot²x ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് cot²x നെ എങ്ങനെ എഴുതാം? cosec²x മൈനസ് 1 dx. അപ്പൊ ഇത് എങ്ങനെ ഇനി എന്താവും? ഇന്റഗ്രൽ sec²x പ്ലസ് cosec²x മൈനസ് -1 -1 -1 അപ്പൊ -3 ആവും അല്ലെ?
ഡി എക്സ്. ഇനി നമുക്ക് ശരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യാം. സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? ടാൻ എക്സ് ആണ് അല്ലെ? കൊസീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ മൈനസ് കൊസീക് സ്ക്വയറിന്റെ ആണ് കോട്ടെക്സ്. അപ്പോ കൊസീക് സ്ക്വയർ എക്സിന്റെ എന്ത് വരും? മൈനസ് കോട്ടെക്സ് എന്ന് വരും അല്ലെ? മൈനസ് കോട്ടെക്സ് മൈനസ് 3 ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് സി. അപ്പൊ ഏതാണ് ആൻസർ വരിക നോക്കൂ? ടാൻ എക്സ് മൈനസ് കോട്ടെക്സ് മൈനസ് 3x പ്ലസ് സി. ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ഈസ് ഈക്വൽ ടു. ഇതെങ്ങനെ ചെയ്യാ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമാണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ടാൻ സ്ക്വയർ എക്സ് അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോട്ട് സ്ക്വയർ എക്സ് പ്ലസ് 2 ടാൻ എക്സ് കോട്ടെക്സ്. ടാൻ എക്സ് ഇൻറ്റു കോട്ടെക്സ് എന്ന് പറയുമ്പോൾ 1 ടാൻ എക്സ് ആണ് കോട്ടെക്സ് അല്ലെ? അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോയി പ്ലസ് 2 മാത്രമാവും അല്ലെ? അവിടെ പ്ലസ് 2 മാത്രമാവും. ഇനി ഈ ഇന്റഗ്രൽ ടാൻ സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ നേരത്തെ കാണിച്ച മാതിരി തന്നെ ടാൻ സ്ക്വയർ എക്സിനെ എന്ത് എഴുതാം? സീക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? പ്ലസ് കോട്ട് സ്ക്വയർ എക്സിനെ എങ്ങനെ എഴുതാം? കൊസീക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതാം അല്ലെ? പിന്നെ ഇവിടെ പ്ലസ് 2 ഡി എക്സ്. അപ്പൊ നമുക്ക് -1 2ഉം പ്ലസ് 2ഉം ക്യാൻസൽ ചെയ്ത് പോയി അല്ലെ? അപ്പൊ ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് എന്താണ്? ടാൻ എക്സ് ആണ്. ടാൻ എക്സ്. ഇനി ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്താണ്? മൈനസ് കോട്ടെക്സ് ആണ് പ്ലസ് സി. ഏതാണ് ഓപ്ഷൻ നോക്കൂ? ടാൻ എക്സ് മൈനസ് കോട്ടെക്സ് പ്ലസ് സി. എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു. എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? ഇതിനെ ഞാൻ ഈ 1 ബൈ സൈൻ സ്ക്വയർ എക്സിനെ ഞാൻ കൊസിക് സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പോവാണ്. അപ്പൊ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഇന്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി 1 ബൈ സൈൻ സ്ക്വയർ എക്സിനെ ഹോൾ ആയിട്ട് കൊസിക് സ്ക്വയർ എക്സ് എന്ന് എഴുതി ഞാൻ. കൊസിക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഈ ഇന്റഗ്രൽ എല്ലാത്തിനും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ ഞാൻ എന്ത് എഴുതി? എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വന്നു. അപ്പൊ ഇതിനെ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു? ഇന്റഗ്രൽ 1 ഒരു ടേം 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ 1 ആയി മൈനസ് ഇന്റഗ്രൽ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആയി അല്ലെ? ഡി എക്സ് ഉണ്ട് കേട്ടോ. ഡി എക്സ്. ഇനി അടുത്തത് എന്ത് എഴുതാം? ഇതിനെ കോസ് സ്ക്വയർ എക്സ് അല്ലെ? പ്ലസ് ഇന്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. കൊസിക് സ്ക്വയർ എക്സും ഉണ്ട് അല്ലെ? എല്ലാത്തിനും കൂടിയിട്ടുള്ളതാണ് ഈ കൊസിക് സ്ക്വയർ എക്സ്. അപ്പൊ ഞാൻ ഇനി കൊസിക് സ്ക്വയർ എക്സിനെ എല്ലാത്തിലും എടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ഇന്റഗ്രൽ കൊസിക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ കൊസിക് സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പിന്നെന്താ വരിക? ഇന്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കൊസിക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ഏത് വരും? കോട്ട് സ്ക്വയർ എക്സ് വരും അല്ലെ? പ്ലസ് കോട്ട് സ്ക്വയർ എക്സ്
ഇന്റഗ്രൽ ഉണ്ട് കേട്ടോ. കോട്ട് സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ മതി. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതില് ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സിനെ അങ്ങനെ തന്നെ നിർത്തി. കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതിന്ന് നമ്മൾ 1/1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് വരും? കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് എന്ന് വരും അല്ലേ? അപ്പൊ കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് എന്താണെന്ന് നമുക്കറിയാം, 1 ആണെന്ന് അറിയാം അല്ലേ? അപ്പൊ നമുക്ക് ഏത് മാത്രം വരും? ഇന്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് മാത്രം വരും അല്ലേ? അപ്പൊ ഇത് എന്തായി പോയി? അതായത് കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് മൈനസ് ആണ് ഞാൻ എടുത്തത്. അപ്പൊ കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് എന്നായി. ഇത് 1 ആയി പോയി കേട്ടോ. അപ്പൊ ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് എന്താണ്? മൈനസ് കോട്ട് എക്സ് ആണ്. മൈനസ് കോട്ട് എക്സ് മൈനസ് ഇത് 1 ആയി പോയില്ലേ? അപ്പോൾ മൈനസ് ഇന്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അതെന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അപ്പൊ നമുക്ക് എന്താ എഴുതാം? മൈനസ് കോട്ട് എക്സ്, അതായത് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഏതാണ് ഓപ്ഷൻ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നോക്കൂ, മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 2 റേസ് ടു എക്സ് മൈനസ് 5 റേസ് ടു എക്സ് ബൈ 10 റേസ് ടു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ്? 2 റേസ് ടു എക്സ് ബൈ 10 റേസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ 5 റേസ് ടു എക്സ് ബൈ 10 റേസ് ടു എക്സ് ഡി എക്സ്. എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഡി എക്സ്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ 2/5 ഹോൾ റേസ് ടു എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 5/10 ഹോൾ റേസ് ടു എക്സ് ഡി എക്സ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഇനി എഴുതാൻ പറ്റും? ഇത് 5 അല്ല, 2/10 ആണ് അല്ലെ? ഇവിടെ 2/10 ആണ്. അപ്പോൾ എന്താണ്? ഇന്റഗ്രൽ 1/5 റേസ് ടു എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 1/2 റേസ് ടു എക്സ് ഡി എക്സ്. നമുക്കറിയാം എ റേസ് ടു എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ എങ്ങനെയാണ് കാണുക? എ റേസ് ടു എക്സ് ബൈ ലോഗ് എ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ 1/5 റേസ് ടു എക്സ് ബൈ ലോഗ് 1/5 മൈനസ് 1/2 റേസ് ടു എക്സ് ബൈ ലോഗ് 1/2. ഈ 1/5 റേസ് ടു എക്സിനെ നമുക്ക് എന്താ എഴുതാം? 5 റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 2 റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. 2 റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. 5 റേസ് ടു മൈനസ് എക്സിന്റെ ബൈ വരുമ്പോൾ ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതി കൂടെ? അപ്പൊ ലോഗ് 1 മൈനസ് ലോഗ് 5. ലോഗ് 1 0 ആണ്. അപ്പം നമുക്ക് എന്ത് വരും? മൈനസ് ലോഗ് 5 എന്ന് വരും. ഇവിടെ എന്ത് വരും? ലോഗ് 1 0 ആയി പോയ മൈനസ് ലോഗ് 2 എന്ന് വരും. അപ്പൊ ഏതാണ്? ഈ മൈനസും കൂടി പ്ലസ് ആയി. അപ്പൊ 2 റേസ് ടു മൈനസ് എക്സ് ബൈ ലോഗ് 2 ടു ദ ബേസ് ഇ ട്ടോ 2 മൈനസ് 5 റേസ് ടു മൈനസ് എക്സ് ബൈ ലോഗ് 5 പ്ലസ് സി. അപ്പൊ ഏതാണ് ഓപ്ഷൻ? നോക്കൂ, 2 റേസ് ടു മൈനസ് എക്സ് ബൈ ലോഗ് 2 ടു ദ ബേസ് ഇ മൈനസ് 5 റേസ് ടു മൈനസ് എക്സ് ബൈ ലോഗ് 5 ടു ദ ബേസ് ഇ പ്ലസ് സി. എ എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.